9th സ്റ്റാൻഡേർഡിലെ പ്രിസം എന്നുള്ള ചാപ്റ്ററിലെ അടുത്തൊരു പ്രോബ്ലമാണ്. പ്രോബ്ലം നമ്പർ 19. ഇത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 208 നാലാമത്തെ പ്രോബ്ലമാണ്. ഓക്കെ, പ്രോബ്ലം ഇങ്ങനെയാണ്. എ റെക്ടാങ്കുലർ ഷീറ്റ് ഓഫ് മെറ്റൽ വിത്ത് സൈഡ്സ് 48 cm ആൻഡ് 25 cm is rolled into a cylinder of height 25 cm and its ends are closed with exactly fitting circles. And what is the total surface area of this cylinder? എല്ലാം മനസ്സിലായ? അതായത് ഒരു മെറ്റൽ ഷീറ്റ് ഉണ്ട്. ഓക്കെ, ഒരു മെറ്റൽ ഷീറ്റ് ഉണ്ട്. ഇത് റോൾ ചെയ്തിട്ട് ഒരു എന്തുണ്ടാക്കുന്നത്, അങ്ങനെ റോൾ ചെയ്യാലോ. ഓക്കെ, റോൾ ചെയ്തിട്ട് എന്തുണ്ടാക്കുക, ഒരു സിലിണ്ടർ ഉണ്ടാക്കുകയാണ്. ഓക്കെ, യെസ്, സിലിണ്ടർ ഉണ്ടാക്കിയ ശേഷം അതിൻ്റെ മുകളിലും താഴെയായിട്ട് നമ്മളുണ്ട് ക്ലോസ് ചെയ്യുന്നുണ്ട്. അതോടെ എക്സാക്ട്ലി ഫിറ്റിംഗ് ആയിട്ടുള്ള സർക്കിൾസ് വെച്ചത് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ റെക്ടാങ്കുലർ ഷീറ്റിൻ്റെ സൈസ് 48 25 ആണ്. അപ്പോൾ ഇത് റോൾ ചെയ്തിട്ടുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഹൈറ്റ്, സിലിണ്ടറിൻ്റെ ഹൈറ്റ് എത്ര വരിക, 25 അല്ലേ വരിക. ഓക്കെ, ഇനി ഇതിൻ്റെ ഇത് 48 ആകുമ്പോൾ ഇത് റോൾ ചെയ്യുമ്പോൾ ഈ ബേസ് പെരിമീറ്റർ ആണ് 48 വരിക അല്ലേ. അതായത് സിലിണ്ടറിൻ്റെ ബേസ് പെരിമീറ്റർ ആയിരിക്കും 48 വരിക, ഹൈറ്റ് 25 ആണ്. അതായത് ഈ റെക്ടാങ്കുലർ ഷീറ്റ് റോൾ ചെയ്തിട്ട് നമ്മളൊരു സിലിണ്ടർ ഉണ്ടാക്കുമ്പോൾ എന്തുണ്ടാവുന്നു, ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് 25ഉം ബേസ് പെരിമീറ്റർ 28ഉം വരുന്നു. ഇനി നമുക്കിതിൻ്റെ ഈ സിലിണ്ടറിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, കർവ്ഡ് സർഫേസ് ഏരിയ കണ്ടുപിടിക്കാം. കാരണം ഈ കർവ്ഡ് സർഫേസ് ഏരിയയുടെ കൂടെ ഈ എന്താ പറയുക, താഴെ മുകളിലുള്ള സർക്കിൾസിൻ്റെ ഏരിയ കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ സർഫേസ് ഏരിയ കിട്ടും. ഓക്കെ, ഇവിടെ ഈ സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫേസ് ഏരിയ എന്ന് പറയുന്നത് ഈ റെക്ടാങ്കുലർ ഷീറ്റിൻ്റെ ഏരിയയ്ക്ക് ഈക്വൽ അല്ലേ. കാരണം അത് റോൾ ചെയ്തിട്ടാണല്ലോ ഈ സിലിണ്ടർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കർവ്ഡ് സർഫേസ് ഏരിയയ്ക്ക് എന്ത് ചെയ്താൽ മതി, ഈ കർവ്ഡ് സർഫേസ് ഏരിയ ഈക്വൽ ടു ഏരിയ ഓഫ് റെക്ടാങ്കുലർ ഷീറ്റ്. ഈ റെക്ടാങ്കുലർ ഷീറ്റിൻ്റെ ഏരിയയാണ് ഈ കർവ്ഡ് സർഫേസ് ഏരിയ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ത് വരും, 25 × 48. 25 × 48 എത്രയാണ്, 1200, 1200 ആണ് cm². നമുക്ക് എന്ത് കിട്ടി, കർവ്ഡ് സർഫേസ് ഏരിയ കിട്ടി. ആരുടെ, സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫേസ് ഏരിയ കിട്ടി. ഇനി ഇതിൻ്റെ താഴെ മുകളിലുള്ള രണ്ട് സർക്കിൾസിൻ്റെ ഏരിയ കൂടി ഇത് കൂട്ടിച്ചേർത്താൽ മതി. പക്ഷേ സർക്കിളിൻ്റെ ഏരിയ കിട്ടണമെങ്കിൽ നമുക്ക് എന്തറിയണം, ഇതിൻ്റെ ബേസ് റേഡിയസ് അറിയണം. ക്വസ്റ്റനിൽ എവിടെയും എന്ത് കൊടുത്തിട്ടില്ല, ബേസ് റേഡിയസ് കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 48 എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ ബേസ് പെരിമീറ്ററാണ്. അതായത് 2πr ആണ് 48 അല്ലേ. അപ്പോൾ ഈ 2πr നമുക്ക് r കണ്ടുപിടിച്ചൂടെ, അങ്ങനെ r കണ്ടുപിടിക്കാം. 2πr = 48 ആണെങ്കിൽ r = 48/2π. അപ്പോൾ r = 24/π എന്ന് കിട്ടും. അപ്പോൾ റേഡിയസ് 24/π ആണ് വരിക അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിൽ ബേസ് ഏരിയ കണ്ടുപിടിക്കാം. ബേസ് ഏരിയ ഓക്കെ πr² ആണ് അല്ലേ, πr². അപ്പോൾ πr² വരുമ്പോൾ π × r പറഞ്ഞാൽ 24/π ആണ്. 24/π × 24/π അതായത് r². അപ്പോൾ പൈയും പൈ ഇവിടെ ക്യാൻസലായി, ബാക്കി ഇവിടെ എന്ത് വന്നു, 24 × 24 എത്ര വരും, 576 ആണ്. ഓക്കെ, 576/π വരും. ഓക്കെ, π പൈയുടെ വാല്യൂ കൊണ്ട് ചെയ്യുമ്പോൾ 576/3.14 3.14 എന്ത് വരും, 183.43 ആണ് ബേസ് ഏരിയ വരിക. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ സർഫേസ് ഏരിയ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി, ഇതെല്ലാം കൂടി കൂട്ടിയാൽ മതി. അതായത് 1200 കർവ്ഡ് സർഫേസ് ഏരിയ പ്ലസ് ഒരു ബേസ് ഏരിയ 183.43, അതുപോലത്തെ ഒന്നുകൂടി ഉണ്ടാവില്ലേ 183.43. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, ടോട്ടൽ സർഫേസ് ഏരിയ കിട്ടും. എല്ലാം കൂടി കൂട്ടുമ്പോൾ എന്ത് വരും, എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ
1566 cm² ആണ് ഇതിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ വരിക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഇതോടുകൂടി നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കിലെ 9th സ്റ്റാൻഡേർഡിലെ SCERT ടെക്സ്റ്റ് ബുക്കിലെ പ്രിസം എന്നുള്ള ചാപ്റ്ററിലെ മുഴുവൻ പ്രോബ്ലംസും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മൾ ഇതിൽ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് പഠിക്കുക, നന്നായി പഠിക്കുക. ഇതിന് ശേഷം ഈ ചാപ്റ്ററിന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി ഞാൻ എന്ത് ചെയ്യാം വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അതെല്ലാം കൂടി നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.